മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നാണ് പത്തനംതിട്ട ജില്ലയിലെ മഴക്കെടുതി ഉണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. മുഖ്യമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നില്ലെന്ന വിമർശനങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി ശക്തമായിരിക്കെയാണ് ഇന്നവിടെ എത്തിയത്. രാവിലെ ജില്ലയിലെത്തി അവലോകന യോഗം ചേർന്ന ശേഷമാണ് സതീശൻ പ്രളയബാധിത മേഖലകളിലേക്ക് പോയത്. അവിടുത്തെ അവസ്ഥ നേരിട്ട് വിലയിരുത്തി. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി.സി. വിഷ്ണുനാഥും ആറന്മുള എം.എൽ.എ. അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമൊപ്പമായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം ആരംഭിക്കുമെന്നാണ്. ആദ്യ പദ്ധതി പത്തനംതിട്ടയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. 2018-ലെയും 19-ലെയും വലിയ പ്രളയങ്ങൾക്ക് ശേഷം കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രളയ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇനി ആ 2 പ്രളയങ്ങൾക്ക് ശേഷം അന്നത്തെ സർക്കാർ എന്താണ് ചെയ്തതെന്ന് നോക്കാം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം നെതർലൻഡ് സന്ദർശിച്ച് അവിടുത്തെ റൂം ഫോർ റിവർ പദ്ധതിയെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ പേരിൽ കോടികൾ ചെലവാക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടതാണ്. നെതർലൻഡ്സ് വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയാണത്. അതിന്റെ പേര് പറഞ്ഞാണ് LDF സർക്കാർ കുറേ കാശ് ചെലവാക്കിയത്. മാതൃകാപരമായ ആ പദ്ധതി നടപ്പാക്കിയിരുന്നുവെങ്കിൽ കേരളം ഇന്നനുഭവിക്കുന്ന മഴക്കെടുതിക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമായിരുന്നു. പ്രളയത്തിന് ശേഷം 7 വർഷത്തോളം ഭരണത്തിലിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ LDFന് കഴിഞ്ഞില്ല. നദികളിലെ മണ്ണും ചെളിയും ഒക്കെ നീക്കി വെള്ളത്തിനൊഴുകാൻ പരമാവധി സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നതാണ് റൂം ഫോർ റിവർ എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് വേണ്ട രീതിയിൽ നടപ്പാക്കുന്നതിനുള്ള താല്പര്യം LDF സർക്കാർ കാണിച്ചില്ല. അതുതന്നെയാണ് മുഖ്യമന്ത്രി ഒറ്റവാചകത്തിലൂടെ പറഞ്ഞു വെച്ചത്. UDF സർക്കാർ ഈ പ്രളയക്കെടുതിക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കുകയാണ് ദുരന്തബാധിത മേഖലയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. പത്തനംതിട്ട ജില്ലയിൽ റാന്നി മണ്ഡലത്തിലാണ് ഇത്തവണ വലിയ ദുരന്തമുണ്ടായത്. അവിടെ എത്തിയ മുഖ്യമന്ത്രി ക്യാമ്പുകളിൽ കഴിയുന്ന ദുരന്തബാധിതരോട് സംസാരിച്ചു. റാന്നിയുടെ പ്രശ്നങ്ങൾ MLA പഴകുളം മധു മുഖ്യമന്ത്രിയെ അറിയിച്ച് അടിയന്തര ഇടപെടൽ വേണ്ട വിഷയങ്ങൾ ഉന്നയിച്ച് നിവേദനവും നൽകി. നിലവിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ വിശദീകരിച്ച മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. എന്നാൽ അതിലും പ്രധാനപ്പെട്ടത് ദുരന്തം വരാതെ നോക്കുക എന്നതാണ്. അതിനുള്ള നടപടികളാണ് ഈ സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് സതീശൻ. നദികളിലും ഡാമുകളിലും 2018-ലെ പ്രളയം മുതലുള്ള മണ്ണും ചെളിയും അടിഞ്ഞു കിടക്കുകയാണ്. അതാണ് വെള്ളപ്പൊക്കത്തിന്റെ പ്രധാന കാരണം. അതിന് പരിഹാരം കാണാൻ അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കും. കാലാവസ്ഥ കൃത്യമായി പ്രവചിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. തയ്യാറെടുപ്പ് നടത്തുന്നതിന് മുൻപ് അതിതീവ്ര മഴ പെയ്ത് ദുരന്തം ഉണ്ടാവുകയാണ്. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും പ്രവചിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നൊരുക്കങ്ങൾക്കുള്ള സമയം കിട്ടില്ല. അതാണ് ഇത്തവണ പത്തനംതിട്ടയിൽ ഉണ്ടായത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണത്തിന്റെ ഉൾപ്പെടെ ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. അതിന്റെ പൂർണ്ണ ചുമതല ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു. പൂർണ്ണമായി തകർന്ന വീടുകൾക്കുള്ള നഷ്ടപരിഹാരം 4 ലക്ഷം എന്നത് 6 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. കാർഷിക മേഖലയിലെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുമെന്നും കച്ചവടക്കാരെയും ചേർത്തുപിടിക്കുന്ന നടപടി ഉണ്ടാക്കുമെന്നും സതീശൻ ഉറപ്പു നൽകുന്നുണ്ട്. നിങ്ങളുടെ മുഖത്ത് നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം വായിച്ചെടുക്കാം എന്നാണ് മുഖ്യമന്ത്രി അവിടെ കൂടി ജനങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ വിളിപ്പുറത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉണ്ടാകും. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന ഉറപ്പ് നൽകിയാണ് മുഖ്യമന്ത്രി റാന്നിയിൽ നിന്ന് മടങ്ങിയത്. പ്രിയപ്പെട്ട മന്ത്രി ശ്രീ പി.സി. വിശ്വനാഥ്, നമ്മുടെ MLA-മാരായ ശ്രീ പഴകുളം മധു, ശ്രീ ശാന്തകുമാർ, ജില്ലാ കളക്ടർ, മറ്റ് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം 2018-ലും വീണ്ടും ഇപ്പോൾ 2026-ലും പ്രളയ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനതയാണ് നിങ്ങൾ. നിങ്ങളുടെ സങ്കടങ്ങളുടെ ആഴം, ദുരിതങ്ങളുടെ ആഴം ഈ സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ ഏത് സമയത്തും മഴ പെയ്യാവുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമുക്ക് പുനരധിവാസത്തിന് തയ്യാറെടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അതിതീവ്ര മഴ പെയ്യുകയാണ് പല സ്ഥലത്തും. പ്രത്യേകിച്ച് വനാതിർത്തിക്കുള്ളിൽ ഇത്തരം മഴ പെയ്യുമ്പോൾ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ലാൻഡ് സ്ലിപ്പ് ഉണ്ടായി, വലിയ തോതിൽ വെള്ളം പൊട്ടി ഒലിച്ചു വരികയാണ്. നമ്മൾ തയ്യാറെടുപ്പ് നടത്തുന്നതിന് മുമ്പോ നമുക്കൊരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്നതിന് മുമ്പോ ഇത് സംഭവിക്കുകയാണ്. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, പത്തനംതിട്ട ജില്ലയിലെ പല പ്രദേശങ്ങളും ഇത്തരം ദുരിതബാധിത പ്രദേശങ്ങളാണ്. നമ്മളിപ്പോൾ നമ്മളെ ക്യാമ്പുകൾ, ഇപ്പോൾ ഇവിടെ 10 ക്യാമ്പുകളാണ് നടത്തുന്നത്. കുറേ ക്യാമ്പുകൾ ഒഴിഞ്ഞു.
നമ്മൾ ക്യാമ്പുകൾ ഒഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യും. അതുപോലെ എന്താവശ്യം ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ ഒരു തടസ്സവുമില്ല എന്ന് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറെയും ജില്ലാ ഭരണകൂടത്തിനും പൂർണ്ണമായ അധികാരം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ക്യാമ്പുകളിൽ കൃത്യമായ വൈദ്യപരിശോധന നടത്തുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പ്രത്യേകമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ, പകർച്ചവ്യാധികൾ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. തകർന്നുപോയ വീടുകളുണ്ട്. ആ വീടുകൾ തകർന്നു പോയിരുന്നെങ്കിൽ പൂർണ്ണമായി പല 15%, 50% ഇങ്ങനെ പല റേറ്റിലാണ് കൊടുക്കുന്നത്. പൂർണ്ണമായ തകർന്ന വീടിന് ഇതുവരെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് ഈ പ്രാവശ്യം 6 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായി തകർന്നുപോയ വീടിന്. ബാക്കിയുള്ള ഡാമേജിനെല്ലാം, ഭാഗികമായി ഡാമേജ് പറ്റിയതിനെല്ലാം ഉള്ള സഹായം കൊടുക്കും. കൃഷിനാശം സംഭവിച്ചതിന് സാധാരണ ഇപ്പം നെൽകൃഷി 1 ഹെക്ടർ സ്ഥലം 2.5 ഏക്കർ നെൽകൃഷി നശിച്ചാൽ കൊടുത്തിരുന്നത് 13,500 രൂപയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ കാർഷിക മേഖലയിലെ തകർച്ചയുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. അതുപോലെ കച്ചവടക്കാർക്ക് കഴിഞ്ഞ പ്രളയത്തിൽ ഒരു സഹായം കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചത് ഒരു ഉജ്ജീവൻ പലിശരഹിത ഒരു വായ്പാ സംവിധാനമാണ്, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം കച്ചവടക്കാരുടെ കാര്യം പ്രത്യേകമായി നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. അവർ കാരണം അന്നത്തും ദുരിതം അനുഭവിച്ചവരാണ്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ എബി ഇവിടെ വന്നു പോയല്ലോ, 7 കടകളാണ് 2018 കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും 4-5 കോടി രൂപ അദ്ദേഹം രോഗബാധിതനായി. എബി ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രതീകമായി വന്ന് ഞാൻ സംസാരിച്ചു, എനിക്ക് വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി. അപ്പോൾ കച്ചവടക്കാരെ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ ഈ പ്രാവശ്യം പ്രത്യേകമായി സ്വീകരിക്കും. അവർക്ക് വായ്പ നൽകുന്ന കാര്യവും മറ്റ് സഹായം ചെയ്യുന്ന കാര്യവും തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ ആലോചിച്ച് തീരുമാനിക്കും. തകർന്നു പോയ വീടുകൾ, ഇപ്പോൾ സ്കൂളിൻ്റെ പിൻഭാഗം ഇടിഞ്ഞു വീണു എന്നൊരു പരാതി ഇപ്പോൾ വന്നിരുന്നു. അതെല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി MLA എല്ലാ കാര്യത്തിലും ഉണ്ട്. അന്ന് മുതൽ, ആ സമയം മുതൽ ഞങ്ങൾ MLAയും മന്ത്രിയെയൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്താൻ, NDRFനെ ഏർപ്പെടുത്താൻ, എല്ലാ കാര്യങ്ങളും ഇവിടെ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. ഒരു ദുരിതം വരുമ്പോൾ ദുരിതം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണ്ടേ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ നദികളെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിലെ മണ്ണും ചെളിയും നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അടിയന്തിരമായ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ ഡാമിൽ മഴ ജൂണും ജൂലൈയിലും മഴ പെയ്യാത്തത് കൊണ്ട് രക്ഷപ്പെട്ടാണ്. ജൂണിലും ജൂലൈയിലും മഴ പെയ്തിരുന്നെങ്കിൽ ഡാമും നിറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഡാമിലും അവിടെയും ചെളിയുണ്ട്, അതും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും, സേഫ് ആക്കും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ ഉൾപ്പെടെ വെള്ളം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നദിക്കില്ല. കാരണം നദിയിൽ മുഴുവൻ ചെളിയും മണ്ണുമാണ്. അത് നീക്കിയാൽ ഒരുമാതിരി പെയ്ത മഴയൊക്കെ നദി ഉൾക്കൊണ്ടുപോകും. ആഭ്യന്തരമായി കേരളം മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ പൈലറ്റ് പ്രോജക്റ്റുകളും പത്തനംതിട്ടയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ പൂർണ്ണമായി. പിന്നെ നമ്മുടെ കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തുന്നത് അത് നമ്മൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ഭംഗിയായി. കാരണം ഏത് സമയത്തും പല തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നാളുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു കാലമാണ്. അത് പ്രത്യേകമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധാനമാക്കി അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. നിങ്ങളുടെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ എല്ലാം പങ്കുചേരുന്നു. കൂടെ സർക്കാരുണ്ടാവും. ക്യാമ്പുകളെല്ലാം MLAമാരും മന്ത്രിയും അതുപോലെ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഭംഗിയായിട്ട് നടത്തി, നല്ല രീതിയിൽ അത് നടത്തി. അത് ഞാൻ അവരെ അഭിനന്ദിക്കുകയോട് ചെയ്യുന്നു. വിളിച്ചാൽ വിളിപ്പുറത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉണ്ടാവും, നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാവും. ഏത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന
അത് ഇപ്പോൾ MLA കുറേ നിർദ്ദേശങ്ങൾ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. MLA ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വേറെ റാന്നിയുടെ കുറേ ആവശ്യങ്ങളും കൂടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ ചെയ്യും, പേടിക്കണ്ട. നിങ്ങളിവിടെ നൽകിയ പരാതികൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുകൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളിവിടെ എല്ലാവരും വന്ന് അത് നിങ്ങളുടെ ദുരിതത്തിൻ്റെ ആഴം എന്താണ് എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. ഇവിടെ വന്ന ഓരോരുത്തരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. പലരും വന്നത് പറഞ്ഞത് ഒരു പ്രാവശ്യം വെള്ളം കയറി ക്ലീൻ ചെയ്തപ്പോഴേക്കും രണ്ടാമതും വെള്ളം കയറി അല്ലേ, അങ്ങനെ അനുഭവം ഉണ്ടായ പല സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കുന്നു. പരിഹാരമുണ്ടാകും. തീർച്ചയായിട്ടും എല്ലാ നടപടികളും സ്വീകരിക്കും.